എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും എന്നും പല്ല് തേക്കാൻ യൂസ് ചെയ്യുന്ന ടൂത്ത് ബ്രഷിൻ്റെ പല്ല് തേക്കാനല്ലാതെ വേറെ ചില ഉപയോഗങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ കുറച്ചൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എങ്കിലും കുറേയൊക്കെ എന്തായാലും പുതുതായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ അത് മറന്നുപോയി കിടക്കുന്ന കുറേ ഉപയോഗങ്ങളുണ്ടാവും. അപ്പോൾ അത് അറിയാത്തവർക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്നാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. പിന്നെ ഒരു കാര്യം, പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് നോക്കാം. ടൂത്ത് ബ്രഷ് കൊണ്ട് ആദ്യമായിട്ട് ഞാൻ പറയുന്ന കാര്യം, നമ്മുടെ ഗോൾഡ് ഓർണമെൻറ്റ്സ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ടൂത്ത് ബ്രഷ് നല്ല ബെസ്റ്റാണ്. അതിൻ്റെ ഇടയിലുള്ള അഴുക്കൊക്കെ പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ടൂത്ത് ബ്രഷ് വെച്ചിട്ട് കഴിയും. ഇത് മിക്കവരും ചെയ്യുന്ന ഒരു ഐഡിയ തന്നെയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് അത് യൂസ്ഫുൾ ആവട്ടെ. ഇനി അടുത്തൊരു കാര്യം, നമ്മുടെ കയ്യിലെയും അതുപോലെ കാലിൻ്റെയും ഒക്കെ നഖങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് ടൂത്ത് ബ്രഷ് വളരെ യൂസ്ഫുള്ളാണ്. നഖങ്ങളുടെ ഇടയിലുള്ള അഴുക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ടൂത്ത് ബ്രഷ് വെച്ചിട്ട് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. ഇനി അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ചീർപ്പിൻ്റെ ഇടയിലുള്ള അഴുക്കുകൾ, മുടി, ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് മറ്റേത് ബ്രഷിനേക്കാളും വളരെ എഫക്റ്റീവായിട്ടുള്ളത് ടൂത്ത് ബ്രഷാണ്. ചീർപ്പ് മാത്രമല്ല, ഇതുപോലുള്ള ബ്രഷുകളുടെ ഇടയിലുള്ള മുടി കളഞ്ഞെടുക്കാനും ക്ലീൻ ചെയ്യാനൊക്കെയും നമുക്ക് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ മിക്സി, അതുപോലെ മിക്സിയുടെ ജാറ്, ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാം. അതിങ്ങനെ ഇടയിലോട്ടൊക്കെ കയറിപ്പോയിട്ട് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമ്മുടെ ജാറിൻ്റെ ബാക്കിലും അത്യാവശ്യം അഴുക്കൊക്കെ ഉണ്ടാവും, അതും ക്ലീൻ ചെയ്തെടുക്കാൻ നമുക്ക് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാം. ജാറിൻ്റെ മൂടിയുടെ ഇടയിലുള്ള അഴുക്കുകളൊക്കെ നമുക്ക് ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഈസി ആയിട്ട് കളഞ്ഞെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കുക്കർ ക്ലീൻ ചെയ്യാൻ നമുക്ക് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാം. കുക്കറിൻ്റെ മൂടിയുടെ ഇടയിലുള്ള അഴുക്കുകൾ, വെയിറ്റ് ഇടുന്ന ഭാഗത്തുള്ള അഴുക്കുകളൊക്കെ നമുക്ക് ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. വാഷറിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ടൂത്ത് ബ്രഷ് ആകുമ്പോൾ വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ഗ്യാസിൻ്റെ ബർണർ ക്ലീൻ ചെയ്യാനായിട്ട് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാം. ടൂത്ത് ബ്രഷ് കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഹോളിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറിപ്പോയിട്ട് നന്നായിട്ട് നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഡെയിലി ഒന്ന് ജസ്റ്റ് ഡിഷ് വാഷ് വെച്ച് വാഷ് ചെയ്താൽ തന്നെ അതിൻ്റെ ഇടയിലുള്ള അഴുക്കുകളൊക്കെ പോരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ വീട്ടിലുള്ള അരിപ്പ ക്ലീൻ ചെയ്യാനായിട്ട് ടൂത്ത് ബ്രഷ് നല്ലൊരു ചോയ്സാണ്. ഇങ്ങനെ ഡിഷ് വാഷ് ഒന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഇടയിലൂടെ അഴുക്കുകളൊക്കെ ഫുള്ളായിട്ട് പോരുന്നത് കാണാൻ പറ്റും. ടൂത്ത് ബ്രഷ് നല്ല സിമ്പിളായിട്ട് നമുക്ക് ക്ലീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. അടുത്തതായിട്ട് കുട്ടികളുടെ വാട്ടർ ബോട്ടിൽ, സ്റ്റീലിൻ്റെ ആയാലും പ്ലാസ്റ്റിക് ആയാലും നമുക്ക് ആ ഒരു നെക്കിൻ്റെ പോർഷൻ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാം. ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ആ ഒരു ഹാർഡ് വാട്ടറിൻ്റെയൊക്കെ സ്റ്റെയിൻ ഉണ്ടെങ്കിലൊക്കെ നന്നായിട്ട് പോയി നല്ല നീറ്റായിട്ട് വരും. ഇനി അടുത്ത കാര്യം, നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഒക്കെ ഡോറിൻ്റെ സൈഡിലുള്ള ആ ഒരു വാഷർ പെട്ടെന്ന് അഴുക്ക് പിടിച്ചൊരു കറുപ്പ് കളർ വരാറുണ്ട്. അത് കളയാൻ നമുക്ക് ബേക്കിംഗ് സോഡയും ഡിഷ് വാഷും പിന്നെ ലേശം വെള്ളവും കൂടിയിട്ട് ഒരു പേസ്റ്റ് ആക്കുക. എന്നിട്ട് ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നനഞ്ഞ തുണി വെച്ച് നന്നായിട്ട് തുടച്ച് അതൊക്കെ കളഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഡോറിൻ്റെ വാഷർ കിട്ടും. അടുത്തത്, വാഷിംഗ് മെഷീൻ്റെ ഉൾഭാഗത്തൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാം. അതിൻ്റെ ഇടയിലുള്ള ഹോൾസിൻ്റെ ഉള്ളിലോട്ടൊക്കെ നമുക്ക് ടൂത്ത് ബ്രഷ് ആകുമ്പോൾ ചെറുതായതുകൊണ്ട് നല്ല സിമ്പിളായിട്ട് കയറിപ്പോയി നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഷാമ്പുവും വെള്ളവും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് കഴുകിയാലും മതി. ഇതുപോലെ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ ആ ഒരു ഡോറിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ടൂത്ത് ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെയാണ് അതിൻ്റെ ആ ഒരു സ്വിച്ചുകളുടെ ഭാഗത്തൊക്കെ നമുക്ക് ഈ ടൂത്ത് ബ്രഷ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഗ്യാസ് സ്റ്റവിൻ്റെ നോബിൻ്റെ ഭാഗം ക്ലീൻ ചെയ്യാൻ ടൂത്ത് ബ്രഷ് ബെസ്റ്റാണ്. നമ്മൾ എപ്പോഴും പിടിക്കുന്നതുകൊണ്ട് ആ ഭാഗത്ത് എപ്പോഴും അഴുക്കുണ്ടാവും. അത് നമ്മൾ ടൂത്ത് ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നീറ്റായിട്ട് കിട്ടും. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഫ്രിഡ്ജ് ഡോറിൻ്റെ ഫ്രണ്ടിലും നമുക്ക് ടൂത്ത് ബ്രഷ് വെച്ചിട്ട് അതിൽ നിന്ന് പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കുകളൊക്കെ ഈസി ആയിട്ട് കളഞ്ഞെടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ വീട്ടിലെ കൂളറിൻ്റെയൊക്കെ ഇതുപോലത്തെ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ടൂത്ത് ബ്രഷ് ബെസ്റ്റാണ്. ഇതേ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ടേബിൾ ഫാൻ ആയാലും ഏകദേശം ഇതേപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിലൊക്കെയുള്ള മ്യൂസിക് സിസ്റ്റം, അതുപോലെ റേഡിയോ, ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ ടൂത്ത് ബ്രഷ് വളരെ നല്ലതാണ്. അതിൻ്റെ ആ ഒരു നെറ്റ് പോലത്തെ ഭാഗത്തിൻ്റെ ഉള്ളിലോട്ടൊക്കെ ടൂത്ത് ബ്രഷ് കയറി പോയിട്ട് നല്ല നീറ്റാക്കി അതിൻ്റെ ആ ഒരു പൊടികളൊക്കെ കളഞ്ഞെടുക്കും. അതുപോലെ റിമോട്ടിൻ്റെ കീകളൊക്കെ ക്ലീൻ ചെയ്യാൻ, അതുപോലെ ലാപ്ടോപ്പ് ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാം. ടിവിയുടെ ഒക്കെ ബാക്ക് സൈഡിലുള്ള ആ ഒരു സ്റ്റാൻഡ്, അതുപോലെ അതിൻ്റെ ആ ഒരു ചെറിയ ഹോൾസും ഒക്കെ ക്ലീൻ ചെയ്യാൻ നമുക്ക് ടൂത്ത് ബ്രഷ് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് സാധിക്കും. അതുപോലെ ജനലിൻ്റെ കമ്പികളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക്
ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാം. ഇനി നമുക്ക് സോഫയുടെ ഇടയിലുള്ള അഴുക്കുകൾ അതുപോലെ പൊടികൾ ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ നമുക്ക് ടൂത്ത് ബ്രഷ് മതി. ടൈൽസുകളുടെ ഇടയിലുള്ള അഴുക്കുകളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ടൂത്ത് ബ്രഷ് വളരെ ഹെൽപ്ഫുൾ ആണ്. ബേക്കിംഗ് സോഡയും വിനാഗിരിയും പിന്നെ കുറച്ച് ഷാമ്പും കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ടൂത്ത് ബ്രഷ് വെച്ചിട്ട് കഴുകിയെടുത്താൽ ടൈൽസ് ഒക്കെ നല്ല നീറ്റ് ആവും. അതുപോലെ നമ്മുടെ ബാത്റൂമിലെയോ അല്ലെങ്കിൽ വാഷ് ബേസിനിലെയോ ഒക്കെ ടാപ്പുകളുടെ ഇടയിലൊക്കെ ക്ലീൻ ചെയ്യാൻ നമുക്ക് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാം. ബാത്റൂമിലൊക്കെയുള്ള ബക്കറ്റ്, കപ്പ് ഇതിൻ്റെയൊക്കെ ഇടയിലുള്ള അഴുക്കൊക്കെ നമുക്ക് ടൂത്ത് ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ കളഞ്ഞെടുക്കാൻ പറ്റും. വീട്ടിലുള്ള സ്വിച്ച് ബോർഡുകളുടെയൊക്കെ ഇടയിലുള്ള അഴുക്കൊക്കെ നമുക്ക് ടൂത്ത് ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് കളഞ്ഞെടുക്കാൻ പറ്റും. നമ്മൾ യൂസ് ചെയ്യുന്ന കൊതുക് ബാറ്റിൻ്റെ ആ ഒരു നെറ്റിൻ്റെ ഇടയിലൊക്കെ ക്ലീൻ ചെയ്യാൻ നമുക്ക് ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഈസി ആയിട്ട് പറ്റും. കൊതുകുകളൊക്കെ ചത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് തട്ടിക്കളഞ്ഞാൽ പോവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്കിത് നീറ്റാക്കി ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കിച്ചണിലൊക്കെ മൂടി വയ്ക്കാൻ യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ കൊട്ടകളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ ടൂത്ത് ബ്രഷ് മതി. നമ്മുടെ ഗ്രേറ്ററിൻ്റെ ഇടയിലുള്ള ആ ഒരു വെജിറ്റബിൾസിൻ്റെ വേസ്റ്റൊക്കെ നമുക്ക് ടൂത്ത് ബ്രഷ് വെച്ചിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി കേക്കൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അറിയാം, ഇതുപോലത്തെ ബീറ്ററിൻ്റെ ആ ഒരു ബ്ലേഡൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ നല്ല പാടാണ്. അതിന് നമുക്ക് ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറ്റും. ഇനി നമുക്ക് ഷൂവിൻ്റെ ഒക്കെ അടിഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാം. ആദ്യം കുറച്ച് കോൾഗേറ്റ് തേച്ച് പിടിപ്പിക്കുക, എന്നിട്ട് ഈ ടൂത്ത് ബ്രഷ് വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ച് ആ ഒരു അഴുക്കൊക്കെ മാറ്റിക്കളയാം. അപ്പോൾ ടൂത്ത് ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ അത്ര ബുദ്ധിമുട്ട് നമുക്ക് തോന്നില്ല. വൈറ്റ് ഷൂ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ടൂത്ത് ബ്രഷ് വലിയൊരു ഹെൽപ്പായിട്ട് തോന്നും. കിച്ചണിൽ നമുക്ക് വെജിറ്റബിൾസൊക്കെ ക്ലീൻ ചെയ്യാനും ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാം. നമ്മുടെ ഉരുളൻകിഴങ്ങിലൊക്കെ നന്നായിട്ട് മണ്ണ് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഉരച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. അതുപോലെ പാവയ്ക്കൊക്കെ ആണെങ്കിലും ഒന്ന് ടൂത്ത് ബ്രഷ് വെച്ച് ഉരച്ച് കഴുകുന്നത് കീടനാശിനിയൊക്കെ പോകാനും നല്ലത് തന്നെയാണ്. അപ്പോൾ അടുക്കള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ടൂത്ത് ബ്രഷ് മാറ്റി വെച്ചാൽ മതി. ഇനി അതുപോലെ ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കുക. എന്നിട്ട് ടൂത്ത് ബ്രഷിൻ്റെ നെക്കിൻ്റെ ഭാഗം ഒന്ന് ചൂടാക്കി കൊടുക്കുക. കുറച്ചൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കത് ഇഷ്ടമുള്ള അത്രയും വളച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് വളഞ്ഞിട്ടുള്ള ബ്രഷ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായി എന്ന് തോന്നുന്ന അവസരങ്ങൾ ഉണ്ടാവും. അപ്പോൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് വളഞ്ഞ ബ്രഷിൻ്റെ ആ ഒരു യൂസിന് വേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്ത ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് മിക്സിയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ചില സൈഡിലേക്കൊക്കെ നേരെ നിൽക്കുന്ന ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉപയോഗത്തിനൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്ത ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാം. അതുപോലെ കട്ടിലിൻ്റെയൊക്കെ സൈഡിൽ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പൊടി കളഞ്ഞെടുക്കാൻ പറ്റും. ഇനിയും ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാം. പുതിയ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുകയാണെങ്കിൽ മറ്റുള്ളവർക്കും അത് വായിക്കുമ്പോൾ ഹെൽപ്ഫുൾ ആവും. ഇനി വേണമെങ്കിൽ നമുക്ക് 2 ടൂത്ത് ബ്രഷ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ച് ഒട്ടിച്ചിട്ടൊക്കെ പുതിയ മോഡലിലാക്കിയിട്ടും യൂസ് ചെയ്യാം. കുപ്പിയുടെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ടൂത്ത് ബ്രഷിൻ്റെ ആ ഒരു ബ്രഷുകൾ വരുന്ന ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചിട്ടും നമുക്ക് ആ ബ്രഷിൻ്റെ രൂപം മാറ്റി ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പല്ല് തേക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു ടൂത്ത് ബ്രഷിന് നിങ്ങളെ ഒരുപാട് ക്ലീനിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതിൽ കുറേയൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നത് തന്നെയായിരിക്കും. എന്നാലും കുറച്ചെങ്കിലും പുതിയ ഐഡിയാസും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചെറിയ ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് ക്ലീനിങ് ജോലികൾ പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് യൂസ് ചെയ്തിട്ട് ടൂത്ത് ബ്രഷ് മാറ്റുമ്പോൾ പിന്നെ അത് ക്ലീനിങ്ങിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ ബ്രസിൽസൊക്കെ അകന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ടാൽ മതി. അപ്പോൾ അത് നേരെയായിട്ട് കിട്ടും. കിച്ചണിലെ ആവശ്യത്തിന് മാത്രം നമുക്ക് പുതിയ ടൂത്ത് ബ്രഷ് എടുക്കാം. വെജിറ്റബിൾസ് ക്ലീൻ ചെയ്യാനും ഫിഷ് ക്ലീൻ ചെയ്യാനും ഓരോന്നും മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അപ്പോൾ അതിൻ്റെ നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും ഒന്ന് കണ്ടു നോക്കുക. അതിലും ഞാൻ ഒരുപാട് ടിപ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനി നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.